പാലറ്റിൽ സേവ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാനൊരു നമുക്ക് എന്താണ് നമുക്ക് വേണ്ട കളർ ആ കളർ നമ്മളിവിടെ ഞാൻ ട്യൂബ് പാരാമീറ്റർ എടുത്തിട്ട് എനിക്ക് ഏത് കളർ മറ്റേ പെല്ലറ്റ് ബാങ്കിലാണ് വേണ്ടത്. എനിക്ക് കളർ പെല്ലറ്റ് ബാങ്കിലാണ് വേണ്ടതുകൊണ്ട് കളറാണ് ഇവിടെ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ കളർ പെല്ലറ്റ് ബാങ്ക് സെലക്ട് ചെയ്തിട്ട് വേണം ഞാനിവിടെ പെല്ലറ്റിൻ്റെ ബട്ടൺ സെലക്ട് ചെയ്യാം. മോഡില്ല, കാരണം വെച്ചാൽ പെല്ലറ്റ് ബട്ടൺ മോഡില്ല, 0 മോഡാണ്. മോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, പക്ഷേ നമ്മൾ ഓരോ വട്ടം ടാപ്പ് ചെയ്യുമ്പോഴും കളർ മാറിക്കൊണ്ടിരിക്കും. അതിന് ഇനി അത് കഴിഞ്ഞ് അടുത്ത പേജിൽ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് മനസ്സിലാകും. നമ്മൾ എപ്പോഴും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് പാരാമീറ്റർ നമ്മൾ സാധാരണ ഡിമ്മറിലിട്ടാണ് ചേഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ കളറിൻ്റെ ആവശ്യങ്ങൾ വരും. ബാക്കിയുള്ള സ്ഥലത്തിലൊക്കെ അങ്ങനെ തന്നെ കറക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഈ കളർ ഇങ്ങനെ റീസെഡ് കളർ അല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഈ LED ബാർ എടുക്കുന്ന സമയത്ത് മാത്രം അല്ലേ, കൂടുതൽ LED ബാർ എടുക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സക്സസ് ആയിട്ട് വർക്ക് ചെയ്ത് പോകും. ഇനി അവർ തന്നെ കളർ തിരിച്ചിട്ട് അതിനൊപ്പം എല്ലാവരും ഒരേ കളർ ടോണാക്കി ഈ എല്ലാ കളറും ക്യൂബ് പാരാമീറ്റർ കളർ സെലക്ട് ചെയ്യുക. ആ കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 9/16 ഇവിടെ കളർ വന്നിരിക്കുന്നുണ്ട് ഉണ്ടല്ലേ, 9/16 കളർ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ 1/8 കളർ സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ 5 സേവ് ചെയ്തു. ക്യൂബ് പാരാമീറ്റർ കളർ 4 സെറ്റ് ചെയ്തു, 4 എടുക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ലൈറ്റുകൾ ലൊക്കേറ്റ് ചെയ്ത് എല്ലാം റെഡായി, എല്ലാം കഴിഞ്ഞായി, എല്ലാം ബ്ലൂ. മറ്റേ സ്ട്രോബിൻ്റെ വരാത്തതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ എറർ ഉണ്ടല്ലോ, ആ എററാണ് അത് വരാത്തത്. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഗോബോയിൽ പോയിട്ട് കളറിൻ്റെ ആട്രിബ്യൂട്ട് വരാൻ പാടില്ല. ഗോബോയുടെ ആട്രിബ്യൂട്ട് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സൂമിങ് അല്ലെങ്കിൽ സ്പിന്ന് അങ്ങനെയുള്ള എഫക്റ്റുകൾ വരാൻ പാടുള്ളൂ. കളർ മാറ്റി കഴിഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ് ഇതിലേതെങ്കിലും വരാം. ഇത് കൂടാതെ അതിന് ഗോബോ വരരുത്. ഇതാണ് ഇവിടെ ഒരുപാട് ആൾക്കാരെ ഇത് കാണുന്നൊരു തെറ്റെന്ന് പറയുന്നത്. കാരണം പേഴ്സണാലിറ്റി ചിലപ്പോൾ ചിലപ്പോൾ കൊടുത്ത കമ്പനി പോലും അത് കമ്പനി തന്ന പേഴ്സണാലിറ്റിയാണെന്ന് പലരും പറയാറുണ്ട്. കമ്പനിക്ക് തെറ്റരുത് തരാം, കാരണം കമ്പനി അല്ല മാനുഫാക്ചർ. ഇവിടെ വന്നിട്ട് ഇവർ സെപ്പറേറ്റ് സെല് ചെയ്യുന്നതായതുകൊണ്ട് ഇത് മാനുഫാക്ചർ മാറും. അപ്പോൾ അവർ തരുന്ന പേഴ്സണാലിറ്റി ചിലപ്പോൾ അവരും ഇതുപോലെ ഉണ്ടാക്കി പഠിച്ചതായിരിക്കും. മാറ്റി സേവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ ഞാൻ ഓൾറെഡി മാറ്റിയിട്ടാണിപ്പോൾ ഇത് പാരന്റായിട്ട് സേവ് ചെയ്യുമ്പോൾ ക്യൂബ് പാരന്റ് അടിച്ചിട്ട് കാരണം ഞാൻ ചെയ്തത് പാൻറ്റിൽ അടിച്ചിട്ട് വേണം ഞാനിവിടെ പാൻറ്റ് സെറ്റ് ചെയ്യാം. ഇനി എനിക്ക് ആ ലൈറ്റ് മൊത്തം എന്ത് ചെയ്യണം, ക്യൂബ് പാരന്റ് നമ്മൾ പാൻറ്റിൽ അടിച്ച് പാൻറ്റ് സേവ് ചെയ്യും. ഏതാണോ പാൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം പാൻറ്റ് സെലക്ട് ചെയ്യുക. ഡയറക്റ്റ് പാരന്റ് സേവ് ചെയ്തിരിക്കുക. ഡയറക്റ്റ് പാരന്റ് സേവ് ചെയ്താൽ നിങ്ങൾ ഈ ഡിമ്മർ നടത്തുമ്പോൾ കാണാൻ പറ്റും. ക്യൂബ് പാരന്റ് ഡിമ്മർ അടിച്ചാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ ലൈറ്റും കത്തിക്കുന്ന കാണാൻ പറ്റും, എല്ലാ ലൈറ്റും കത്തിക്കുന്ന കാണാൻ പറ്റും. അതിനർത്ഥം എല്ലാ ബ്രാൻഡിലും ആ ബ്രാൻഡ് സേവ് ആവുക. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ക്യൂബ് പാരാമീറ്റർ എടുക്കുന്നു, നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ ചെയ്യുന്നത്, പാൻറ്റിൻ്റെ പേരാണോ ചെയ്യുന്നത്, പാൻറ്റിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ട് ബട്ടൺ അത്രേ ഉള്ളൂ.